പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങൾ ദൈവവുമേ, വിശുദ്ധ ദിവസം നിൻ്റെ ആലയത്തിൽ ഞങ്ങൾക്കൊന്നിച്ച് ഇപ്രകാരം കൂടി വന്ന് പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും കേൾക്കുവാനും നൽകിയിരിക്കുന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. വിവിധ പ്രാകാരേണ ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും നീ വാഴ്ത്തണമേ. ആദ്യ അവസാനത്തോളം കൂടിയിരിക്കണമേ. കുറവുകളെല്ലാം പൊറുക്കണമേ. തിരുസഭ കെട്ടുപണി ചെയ്യപ്പെടണമേ. തിരുനാമഹ്യപ്പെടണമേ. ഈശോ മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഓപ്പണിംഗ് ഹിം. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും നിനക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. കണ്ണു കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത മനുഷ്യഹൃദയങ്ങൾ അതീതമായ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. നൽ വഴികളിൽ നടത്തുന്ന നാഥ, തിരുകൃപ മാത്രം എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. പ്രതികൂല കാറ്റുകളുയർന്നിടുമ്പോൾ ജീവിത നൗകയുലഞ്ഞിടാതെ, പ്രതികൂല കാറ്റുകളുയർന്നിടുമ്പോൾ ജീവിത നൗകയുലഞ്ഞിടാതെ, അചഞ്ചല വിശ്വാസം നൽകിടണേ. നിൻ കൃപയിൻ കരുണയാൽ കാത്തിടണേ. അചഞ്ചല വിശ്വാസം നൽകിടണേ. നിൻ കൃപയിൻ കരുണയാൽ കാത്തിടണേ. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്നോളമെന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. ഇന്ന് നാം വിശുദ്ധ പൗലോസ്ലീഹയെ പറ്റിയുള്ള മൂന്നാമത്തെ സെഷൻ ക്ലാസ് ഒന്നിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ്. ആദ്യത്തെ സെഷനിൽ വിശുദ്ധ പൗലോസ്ലീഹയുടെ മാനസാന്തരം വരെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നാം ഒന്നിച്ച് വായിച്ച് പഠിച്ചത്. രണ്ടാമത്തെ സെഷൻ തനിക്കുണ്ടായ മാനസാന്തരത്തിൻ്റെ വെളിച്ചത്തിൽ രൂപീകൃതമായ ജീവിത ദർശനം, ഹിസ് ഫിലോസഫി ഓഫ് ലൈഫ്. ഇന്ന് ആ ദർശനത്തിൻ്റെ ദൈവശാസ്ത്ര അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ദൈവശാസ്ത്രപരമായി സഭയ്ക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ കാതലായ ചില അടിസ്ഥാന സത്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം.
6 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. For our reflection meditations, there are 6 points to be pondered over. 1, his relationship with historical Jesus. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള അഭിമുഖീകരണത്തിന് ശേഷം, കൂട്ടുമുട്ടലിന് ശേഷം, കർത്താതമ്പുരാനുമായുള്ള ഒരു സജീവ വ്യക്തിബന്ധത്തിൽ വിശുദ്ധ പൗലോസ് ജീവിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതത്തിൽ. Paul did not think of Jesus in historical terms as a person of the past. He presents it as a reality of the living Jesus. For Paul, Jesus' words and actions do not belong to the historical period, but Jesus is alive. He speaks to us now. He lives for us. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു യേശു കർത്താവിനെയാണ് വിശുദ്ധ പൗലോസ് നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവുമായുള്ള ഒരു ജീവിതമാണ് വിശുദ്ധ പൗലോസ് നമുക്ക് ബലിയായി തന്നിരിക്കുന്നത്, മാതൃകയായി തന്നിരിക്കുന്നത്, കാഴ്ചയായി തന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഗൊൽഗോഥായിൽ അഥവാ കാൽവറിയിൽ ക്രൂശിൽ മരണം വഹിച്ചു. അതൊരു കഴിഞ്ഞകാല സംഭവമാണ്. യേശു വിശുദ്ധ പൗലോസിന് ഒരു ചരിത്രം മാത്രമല്ല, ആ ചരിത്രത്തിൻ്റെ വലിയ ഓർമ്മയിൽ നിത്യം ജീവിക്കുവാനും ആ ചരിത്രത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ തുടർന്ന് ഭാവിയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനോടുകൂടെ ആ യേശുവിനെ പ്രസംഗിക്കുവാൻ വിശുദ്ധ പൗലോസിന് ദൈവം കൃപ ചെയ്തു. ആ യേശു വീണ്ടും വരേണ്ടതിലേക്ക് വിശുദ്ധ പൗലോസ് സഭയെ കാത്തിരിക്കുവാൻ പഠിപ്പിച്ചു. It was not a past story, but it was a living experience. And moreover, he always emphasized the eschatological hope that Jesus would come again. അതുകൊണ്ട് യേശുക്രിസ്തുവുമായുള്ള ബന്ധം അത് വളരെ സജീവമായി നിലനിർത്തുവാൻ തക്കവണ്ണം വിശുദ്ധ പൗലോസിന് സാധിച്ചു. ഇതിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും കർത്താവിനോടായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് എന്ന്, അത് ജീവനുള്ള ഒരു അനുഭവമാണ്, പ്രസൻറ്റ് ഡേ ലിവിങ് എക്സ്പീരിയൻസ് ആണോ ഇല്ലയോ എന്ന് നാം സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞകാല ഓർമ്മകളല്ല. ചരിത്ര പഠനത്തിൽ ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ പ്രൊഫസേഴ്സൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ ചർച്ച് ഹിസ്റ്ററി, കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക് വന്ന തെറ്റുകൾ ഈ പ്രസൻറ്റ് ഡേ ഇന്നിൻ്റെ അനുഭവത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനും അതെല്ലാം തിരുത്തിക്കൊണ്ട് ആ പെർഫെക്റ്റ് ചർച്ച്, ആ ഹോളി ചർച്ച്, ആ ചർച്ച് ഓഫ് ഗാഡ്, ആ ദൈവസഭയുടെ പൂർണ്ണതയിലേക്ക് വളരുവാനുമാണ് ദൈവമക്കൾ, സഭാമക്കൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ചർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ബ്രാഞ്ച് ഓഫ് തിയോളജി ആയിട്ട് സെമിനാരികളിലും അല്ലെങ്കിൽ വിശ്വാസികളെ പഠിക്കുന്നത്. സഭാചരിത്ര പഠനം വിശ്വാസ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിസ്റ്ററി ഓഫ് ഫെയ്ത്ത് ട്രഡീഷൻ. എന്തിനാണ് ഹിസ്റ്റോറി പഠിക്കുന്നത്? ഹിസ്റ്റോറി പഠിക്കുന്നത് ആ ഫ്യൂച്ചറിന് വേണ്ടി ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഇന്ന് ഒരുങ്ങേണ്ടതിലേക്കത്രേ. ഈ ഒരു വലിയ ഒരുക്കം
തത്വജ്ഞാനപരമായും ദൈവശാസ്ത്രപരമായും അസ്തിത്വപരമായും വിശുദ്ധ പൗലോസിനെ സാധിച്ചു. വിശുദ്ധ പൗലോസ് അത് സഭയെ പഠിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് 154. നമ്മളുടെ പുസ്തകത്തിൽ ക്രിസ്തീയ കീർത്തനങ്ങൾ 154 പാട്ട്. സഭാവ്യത്യാസം എന്നെ MA ചെറിയാൻ സാറിൻ്റെ ഈ പാട്ട് എല്ലാവരും പാടുന്നു. അതിൽ 3-ാമത്തെ ചരണം ഇങ്ങനെയാണ്. നമുക്കൊന്നിച്ച് പാടി നോക്കാം. അത് പാടുമ്പോൾ ആ പാട്ടിൻ്റെ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവിനെ പിരിഞ്ഞൊരു ജീവിതമില്ല. ആ കൺവിക്ഷൻ, അതാണ് വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം. The first point, the relation with historical Jesus. Second point, his concept of apostolate. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നാം കാണുന്നു. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. 1 കൊരിന്ത്യർ 15-ന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഐ ആം ദ വൺ അൺടൈംലി ബോൺ. മലയാള പരിഭാഷയിൽ അകാല പ്രജ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ, ഞാൻ ലേറ്റായിട്ട് വന്നയാൾ, അത് അകാല പ്രജ, അൺടൈംലി ബോൺ എന്ന് സ്വയം പറയുന്നു. എന്നാൽ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ given by Saint Paul concerning apostolate? 3 കാര്യങ്ങൾ കാണാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ കാണാം, the first is to have seen Jesus our Lord. യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവം. He had a life-changing encounter with Jesus. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാനും നിങ്ങൾ ഇപ്രകാരം യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? വാട്ട് അബൌട്ട് us? പൈതൽ പ്രായം മുതലേ ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എൻ്റേത് എന്ന് പാടി പഠിച്ചവരാണ് നിങ്ങളും ഞാനും. കർത്താവ് തമ്പുരാനുമായിട്ടുള്ള ആത്മീയ തലത്തിൽ വ്യക്തിതലത്തിൽ ഒരു സജീവ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ഡിവോഷൻ, ആ ഭക്തിയിൽ, ആ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ യേശു കർത്താവിനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതാ നാം കാണുന്നുണ്ടോ, കാണുന്നില്ലേ? അപ്പോസ്റ്റലേറ്റ് എന്ന് പറയുന്ന, അപ്പോസ്തോലികത്വം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, യേശുവിനെ കണ്ടുമുട്ടിയവരായിരിക്കണം. 2, the second characteristic is to have been sent. 1 കൊരിന്ത്യർ 9:1 കാണാം. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന 1 കൊരിന്ത്യർ 1:1 2 കൊരിന്ത്യർ 1:1 അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സെൻറ്റ് എന്നാണ്. അതായത് he calls himself an apostle of Christ Jesus. So the second characteristic is to have been sent. ആദ്യത്തേത് have seen Jesus our Lord. 2, have been sent. 3, the third requisite is the task of preaching the gospel. 1 കൊരിന്ത്യർ 9:1 നാം വായിക്കുന്ന, ഞാൻ അപ്പോസ്തലനല്ലയോ? ആ വാക്യം നോക്കിക്കൊള്ളുക. കർത്താവിൽ വേല ചെയ്യുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, അതാണ് സഭ. 9:2 1 കൊരിന്ത്യർ 9:2 വാക്യം നോക്കിക്കൊള്ളുക. കർത്താവിൽ എൻ്റെ അപ്പോസ്തോലികത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഞാനും നിങ്ങളും ആ വ്യക്തിബന്ധത്തിൽ, സജീവമായ ബന്ധത്തിൽ പ്രവേശിച്ച യേശു ജീവിക്കുന്നവനാകിയാൽ ഞാനും അവനോടുകൂടെ ജീവിക്കുന്നു. കർത്താവിനോടുകൂടെയുള്ള അനുഭവം, ജീവിതാനുഭവം. വിശുദ്ധ പൗലോസ് വീണ്ടും പറഞ്ഞു, ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് യേശു. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ വരികളാണ്. അങ്ങനെയെങ്കിൽ നാം അയക്കപ്പെട്ടവരാണ്, അപ്പോസ്തോലോസ്. എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ വേല ചെയ്യുവാൻ.
അങ്ങനെ യേശുക്രിസ്തുവിലുള്ള വേല ചെയ്തതിൻ്റെ അടയാളമാണ് സഭ നിങ്ങൾ എന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ്റ്റോറിക്കൽ ജീസസ്. ഇറ്റ് വാസ് നോട്ട് ഷിയർ എ സ്റ്റോറി. അത് പണ്ട് സംഭവിച്ച ഒരു സംഭവം എന്ന ഒരു കഥയെന്ന അർത്ഥത്തിലല്ല. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിത്യേന ജീവിക്കുന്ന സ്നേഹം എങ്ങനെയാണ്, ഭക്തി എങ്ങനെയാണ്, പ്രിയമക്കളെ, ഭക്തി എങ്ങനെയാണ്, സ്നേഹം എങ്ങനെയാണ്, അത് ഓർമ്മയും കൂടെയാണ്. ആ ഓർമ്മ നിരന്തരമായി സജീവമായി നിലനിർത്തുന്നതാണ് സ്നേഹം അല്ലെങ്കിൽ ഭക്തി. ഓർക്കാത്തവർക്ക് സ്നേഹമില്ല, ഓർക്കാത്തവർക്ക് ഭക്തിയില്ല. അല്ലെങ്കിൽ റിമെമ്പർ എന്ന വാക്ക്, റീകോൾ എന്ന വാക്ക്, റീറ്റെയിൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ജീവിതത്തിൽ. അങ്ങനെ യേശുക്രിസ്തുവായുള്ള ബന്ധത്തിൽ, സജീവ ബന്ധത്തിൽ, ആ ഓർമ്മയിൽ കർത്താവിനോടുകൂടെ ജീവിക്കുന്ന, കർത്താവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം. The third requisite is the task of preaching the gospel. കർത്താവിൽ വേല ചെയ്യുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, അതാണ് സഭ. കർത്താവിൽ എൻ്റെ അപ്പസ്തോലികത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. മൂന്നാമതായി, അപ്പോൾ ഒന്ന് ബന്ധം, രണ്ട് അപ്പോസ്തോലികത്വം, മൂന്ന് സഭ ഇസ് എക്ലീസിയോളജി. സഭയ്ക്കുള്ള കത്തുകളിൽ പ്രത്യേകിച്ചും തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, അവിടെ നമുക്ക് പേരുകൾ കാണാം. അല്ലെങ്കിൽ ലവദോക്കിയ സഭ, അല്ലെങ്കിൽ ഓരോ സഭയെ പറ്റി ചർച്ച് ഇൻ കൊരിന്ത്, ചർച്ച് ഇൻ ഗലേഷ്യ, ഇങ്ങനെ പല ലോക്കൽ കമ്മ്യൂണിറ്റി ചർച്ചുകളുടെ പേരുകൾ കാണാം. എന്നാൽ അതിലുപരിയായിട്ട് ദൈവസഭ എന്ന വാക്ക് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നുണ്ട്. ചർച്ച് ഓഫ് ഗാഡ് എന്നാണ് എൻ്റെ ട്രാൻസ്ലേഷൻ. 2 കൊരിന്തി 1:1 നോക്കിക്കൊള്ളുക. ദൈവസഭ. 1 കൊരിന്തി 1:2. അതുകൊണ്ട് എക്ലിസിയോളജി അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ലോക്കൽ കമ്മ്യൂണിറ്റി but collection of various churches that churches make up the Church of God. It is not a kind of human association born from ideas or common interests, but a convocation of God. അപ്പോൾ സഭയെന്ന് പറയുന്നത് എന്താണ്? സമാന ചിന്താധിക്കാരുടെ ഒന്നിച്ചു കൂടി വരുന്ന ഒരു സാമൂഹ്യ സംഘടന എന്ന അർത്ഥത്തിലല്ല. സോഷ്യോളജിക്കലി അങ്ങനെയൊക്കെ പറയുമായിരിക്കും പലരും. അതല്ല സഭ. സഭയെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കടമെടുത്താൽ ഇറ്റ്സ് എ കോൺവൊക്കേഷൻ ഓഫ് ഗാഡ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ ദൈവശാസ്ത്രജ്ഞൻ കാർഡിനൽ പ്രൊഫസർ ജോസഫ് റൈറ്റ്സിംഗർ, അല്ലെങ്കിൽ പാപ്പാ തിരുമേനി, ബെനഡിക്ട് 16 പാപ്പാ തിരുമേനി, അദ്ദേഹം പാപ്പയാവുന്നതിന് മുൻപ് എഴുതിയ പുസ്തകങ്ങളാണ്. സെയിൻറ്റ് പോളിനെ പറ്റി ഒരു പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ഭാഷയിലുള്ള പുസ്തകത്തിനും ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് കോൺവൊക്കേഷൻ ഓഫ് ഗാഡ് എന്നാണ്. സഭയെന്ന്, എക്ലിസിയോളജി എന്ന് പറഞ്ഞാൽ സഭാവിജ്ഞാനീയം, സഭാശാസ്ത്രം, യേശുക്രിസ്തുവുമായുള്ള ബന്ധം. 2, ആ ബന്ധത്തിൽ താൻ അയക്കപ്പെട്ടവൻ എന്ന ബോധ്യം. എന്തിനു വേണ്ടി അയക്കപ്പെട്ടു? അത് സുവിശേഷ പ്രഘോഷണത്തിനായി. അതിൻ്റെ ഫലമാണ് സഭ. അപ്പോൾ ബന്ധം, ഉത്തരവാദിത്വം. 3, കോൺവൊക്കേഷൻ ഓഫ് ഗാഡ്, ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭ. കൊരിന്ത്യ സഭയുണ്ട്, ലവദോക്കിയ സഭയുണ്ട്, ഗലാത്യയിലെ സഭയുണ്ട്, കെങ്ക്രയിൽ സഭകൾ പലതുണ്ട്, ഇന്നുമുണ്ട്, ലോകത്ത് സഭകളുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായി ചർച്ച് ബിലോങ്സ് ടു ഗാഡ്. എനിക്ക് ഈ ബോധം ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും. ദൈവമക്കളുമായി ഇടപെടുമ്പോൾ സഭാ ശുശ്രൂഷയിൽ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സഭ ദൈവത്തിൻ്റെതാണ്. ചർച്ച് ബിലോങ്സ് ടു ഗാഡ്. അല്ലാതെ എൻ്റേതാണ്, കമ്മിറ്റിക്കാരുടേതാണ്, അല്ലെങ്കിൽ മെത്രാപ്പോലിത്തരാണ്. അതൊക്കെ അതിൻ്റെ ഘടനകളാണ്, അതൊക്കെ വളരെ അതിൻ്റെ ഭാഗമാണ്. എന്നാൽ സഭ ആത്യന്തികമായി ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് എന്നത് മറന്നാണ് പലപ്പോഴും ഞാനും നിങ്ങളും അന്യോന്യം തർക്കിക്കുന്നതും വാദിക്കുന്നതും. ഇന്നത്തെ ഈ സഭയുടെ പ്രയാസകരമായ
ഒരു സാഹചര്യം ഉണ്ടായിപ്പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെയും ഈ ദൈവ വിജ്ഞാനീയമായ സഭാശാസ്ത്രപരമായ അവബോധമില്ലായ്മ ഒരു പരിധിവരെ കാരണമാണ് എന്നുള്ളതിന് സംശയമില്ല. വിശുദ്ധ പൗലോസ് സഭയെപ്പറ്റി പറയുന്നത്, പോൾ പ്രസൻസ് ദ ചർച്ച് ഓഫ് ഗാഡ് ആസ് ക്രൈസ്റ്റ് ബ്രൈഡ്. പൗലോസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ടീച്ചിങ്സ് ആണിത്. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ ഇൻ ലവ്, വൺ ബോഡി വൺ സ്പിരിറ്റ് വിത്ത് ക്രൈസ്റ്റ് ഹിംസെൽഫ്. കർത്താവ് തമ്പുരാൻ്റെ മണവാട്ടി, കർത്താവിൻ്റെ ശരീരം എന്ന് പഠിപ്പിക്കുക വിശുദ്ധ പൗലോസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അനുഗ്രഹകരമായ മർമ്മങ്ങളാണിത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭ എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്ന, ശരീരത്തിലും മനസ്സിലും ഒന്നായിരുന്നു. വൺ മൈൻഡ് ആൻഡ് വൺ ബോഡി ഇൻ ലവ്. അതാണ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് മണവാട്ടി സഭ. ആ സഭാ മക്കൾ എന്ന നിലയിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ സഭയിലെ എല്ലാവരുമായുള്ള ബന്ധത്തിൽ, ഓൾ ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ലവ്. വിശുദ്ധ പൗലോസ് സഭയെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ സഹോദരന്മാരെ, വിശുദ്ധന്മാരെ എന്നാണ്. പാപം ക്ഷമിച്ചു കിട്ടിയ പാപികളുടെ കൂട്ടായ്മയാണ് സഭ. പാപത്തിന്മേൽ ജയമുള്ളവരാണ് സഭ. തിന്മയെ തോൽപ്പിക്കുന്ന നന്മ അനുഭവിച്ചുകൊണ്ട് ആ നന്മയുടെ ശുശ്രൂഷകൾ വർദ്ധിച്ചു വരുന്ന, കർത്താവിനോടുകൂടെ ജയാളികളായിത്തീരുന്ന ആ ട്രയംഫന്റ് ചർച്ച്, ആ ഫൈനൽ ചർച്ച്, ആ സഭയുടെ പൂർണ്ണതയിലേക്ക് ജീവിച്ചിരിക്കുന്നവരും വരുവാനുള്ളവരും വാങ്ങിപ്പോയവരും എല്ലാവരും കൂടെ ചേർന്നുള്ള വിശുദ്ധന്മാരുടെ ആ വലിയ സഭ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ മണവാട്ടി സഭ, കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നാലാമതായി മിനിസ്ട്രി. അപ്പോൾ ഞാൻ ഇതുവരെ പറയാം, ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ഇത് കുറച്ച് ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, മനസ്സിൽ പതിയേണ്ടതിലേക്ക്. ഒന്ന്, ഹിസ് റിലേഷൻ വിത്ത് ഹിസ്റ്റോറിക്കൽ ജീസസ്. യേശുക്രിസ്തു ഒരു കഴിഞ്ഞകാല സംഭവമല്ല, ഇന്നും ജീവിക്കുന്ന അനുഭവം. സ്നേഹം, ഓർമ്മ, യേശുക്രിസ്തുവിനുള്ള ബന്ധം, ഡിവോഷൻ, ഭക്തി, അത് ഇന്നിൻ്റെ അനുഭവം. രണ്ട്, അപ്പോസ്തോലേറ്റ്. എന്താണ് അപ്പോസ്തോലികത്വം? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ അകാല പ്രജയാണ്, അൺടൈംലി ബോൺ എന്നാണ് തന്നെ പറ്റി വിശുദ്ധ പൗലോസ് പറയുന്നത്. എന്നാൽ എന്തിനാണ് തന്നെ അങ്ങനെ ജനിപ്പിച്ചത്, തനിക്കങ്ങനെ ഈ അവകാശം തന്നത്, ഈ അനുഗ്രഹം തന്നത്, എന്നെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ശുശ്രൂഷ നിർവഹിക്കാൻ, ടു പ്രീച്ച് ദ ഗോസ്പൽ. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ സഭ ഉണ്ടാകുന്നു. ആ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭാമക്കൾ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വൺ ബോഡി വൺ സ്പിരിറ്റ് ഇൻ ലവ്. 4, അങ്ങനെയാണെങ്കിൽ ആ സഭയിൽ ചെയ്യേണ്ട ശുശ്രൂഷ, മിനിസ്ട്രി, സഭയ്ക്കിലും സഭയുടെ പുറത്തും. സഭ എന്നുള്ളതിന് വിശുദ്ധ പൗലോസിനെ പറ്റി പറയുമ്പോൾ അപ്പോസ്റ്റൽ ഫോർ ജെൻറ്റൈൽസ് എന്ന, വിജാതിയുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത്, അതായത് ഒരു പ്രത്യേക ചട്ടക്കൂടുകളിൽ മാത്രം ശുശ്രൂഷ ചെയ്യേണ്ടതിലേക്ക് യൂണിവേഴ്സൽ ഗോസ്പലാണ്. സാർവത്രികമായ രക്ഷയെപ്പറ്റി യേശുക്രിസ്തുവിനെ എല്ലാ ജാതി മത വർണ്ണ തത്വജ്ഞാനികളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഹർഷിക്കുവാൻ തക്കവണ്ണം പണ്ഡിതനായ ജ്ഞാനിയായ വിശുദ്ധ പൗലോസിനെ സാധ്യമായി തീർന്ന ആ പ്രത്യേക ശുശ്രൂഷ വിശുദ്ധ പൗലോസിനെ സ്വർഗം ഏൽപ്പിച്ചത് തന്നെ ഈ രക്ഷയുടെ സാർവത്രികത സുവിശേഷിക്കേണ്ടതിലേക്കാണ് എന്ന് പറയാം. അപ്പോൾ here we see his ministry of the word, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം. The goal of evangelization is to establish the community of believers in Christ. Ministry of the word. ഞാൻ വീണ്ടും പറയട്ടെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിശുദ്ധ പൗലോസിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിച്ച മർമ്മമാണ്. പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ സഭയുണ്ടായി. അപ്പോൾ ഈ മിനിസ്ട്രി എന്ന് പറയും, ശ്രദ്ധിക്കണേ, മിനിസ്ട്രി എന്ന് പറയുന്നത് ആത്മാവിലുള്ള ശുശ്രൂഷയാണ്. നമുക്കറിയാം, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ സഭയുണ്ടായി. അവിടെ ഒരു ന്യൂ ഹ്യൂമാനിറ്റി, ന്യൂ കമ്മ്യൂണിറ്റി. അവിടെ പെന്തക്കോസ്തി എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നടത്തിപ്പ്, ഗൈഡൻസ് ആൻഡ് പ്രോവിഡൻസ് ആൻഡ് പവർ ഓഫ് ദ സ്പിരിറ്റ്
കുഡ് ബി എക്സ്പീരിയൻസ്ഡ്. ആ വിശുദ്ധ കൂട്ടത്തിൽ കാത്തിരുന്ന അനുഭവത്തിൽ പെന്തക്കോസ്തിൻ്റെ ആ പെരുന്നാളിൻ്റെ ആ ഓർമ്മയിൽ അവിടെ കൂടി വന്നവർ ആ ആത്മാവിനെ, കർത്താവിൻ്റെ ആത്മാവിനെ പകർന്ന് അനുഭവിച്ചുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഇതാണ് മിനിസ്ട്രി. ഈ മിനിസ്ട്രി ഇറ്റ് ഈസ് ഓൾവേസ് ത്രൂ ദ സ്പിരിറ്റ്. അപ്പോൾ ഞാൻ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയാൻ പോകും. ഒന്ന്, മിനിസ്ട്രി ഓഫ് ദ വേർഡ്. 2, മിനിസ്ട്രി ഓഫ് സാക്രമെൻറ്റ്സ്. സാക്രമെൻറ്റ്സ് എല്ലാം ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. 2 കാര്യം മാത്രം, ഫണ്ടമെൻ്റൽ ഡൊമിനിക്കൽ സാക്രമെൻറ്റ് മാത്രം പറയട്ടെ. ബാപ്റ്റിസം ആൻഡ് യൂക്കറിസ്റ്റ്. ഹോളി ബാപ്റ്റിസം. എന്താണ് ആ മിനിസ്ട്രി? പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് സ്നാനത്തെപ്പറ്റി പറയും, വിശുദ്ധ മാമോദീസയെ പറ്റി പറയുമ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാം. അടിസ്ഥാനപരമായി ഈ മിനിസ്ട്രി ആൻഡ് മിനിസ്ട്രി ഓഫ് ദ വേർഡ്, മിനിസ്ട്രി ഓഫ് സാക്രമെൻറ്റ്സ്, അതിനകത്ത് തന്നെ എല്ലാ സാക്രമെൻറ്റ്സും ഉണ്ട്. അത് വിവാഹത്തെ പറ്റിയായിരുന്നാലും ശരി, അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷകളെ പറ്റിയായിരുന്നാലും ശരി, പട്ടത്തമായിരുന്നാലും ശരി, കുമ്പസാരമായിരുന്നാലും ശരി, മാമോദീസ, കുർബാനയായാലും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമേ എടുത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നുള്ളൂ. അത് ബാപ്റ്റിസം ആൻഡ് ഹോളി കുർബാന. അതുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാൻ പെട്ടെന്നില്ലേ? റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. റോമാലേഖനം 6-ന്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇതാണ് തിയോളജി ഓഫ് ബാപ്റ്റിസം. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ഗോഡ് ഫാദർ, ഗോഡ് മദർ സഭയുടെ മുൻപാകെ ഈ പൈതലിന് വേണ്ടി ഈ പൈതലിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തലയിൽ കൈവച്ച് ഒക്കെ പട്ടക്കാരൻ്റെ പിന്നാലെ ചൊല്ലുന്ന വാചകങ്ങൾ, പ്രതിജ്ഞാവാചകങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നുവെന്നാണ് പറയുന്നത്. യേശുവിനെ കർത്താവെന്ന് ഐ റെനൗൺസ് Satan and accept Jesus as my Lord and Savior. സാത്താനെ നിർവേഷിക്കുന്ന ഞാൻ യേശു മിശിഹായെ കൈക്കൊള്ളുന്നു എന്ന് മലയാളത്തിൽ നാം ഈ മാമോദീസ ശുശ്രൂഷയിൽ ഏറ്റു പറയുന്നു. മാതാപിതാക്കളും ഈ പൈതലിന് വേണ്ടി തിരുസഭയുടെ മുൻപാകെ, ജീവൻ്റെ മേശയുടെ മുൻപാകെ, വിശുദ്ധ എവൻഗേലിയോന് മുൻപാകെ ഏറ്റുപറയുകയാണ്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്യും. യേശുവിനോടുകൂടെ സ്നാനമെന്ന് പറയുമ്പോൾ സ്നാനമേറ്റ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് സ്നാനം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. 6-ന്റെ-11 നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അതാണ് വിശുദ്ധ മാമോദീസയുടെ അനുഭവം. അത് പരിശുദ്ധാത്മാവിലുള്ള അനുഭവമാണ്. അപ്പോൾ മാമോദീസ കഴിഞ്ഞ് നമുക്ക് മൂറോനഭിഷേക ശുശ്രൂഷയുണ്ട്. കുദാശകളിൽ അതിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ 2-ാമത്തെ ബാപ്റ്റിസം കഴിഞ്ഞാൽ പിന്നെ മൂറോനഭിഷേകം, പിന്നീട് കുമ്പസാരം, വിശുദ്ധ കുർബാന. അപ്പോൾ ആ മൂറോനഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നാൽവരത്തിൻ്റെ അടയാളമായിട്ടാണ് വിശുദ്ധ തൈലം കൊണ്ട്, വിശുദ്ധ മൂറോൻ കൊണ്ട് ആ പൈതൽ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെടുന്നത്. യേശുക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുവാനായി സമർപ്പിക്കപ്പെട്ട അനുഭവം. അത് ഹോളി ഓയിൽ അല്ലെങ്കിൽ മൂറോൻ, സൈത്ത് മൂറോനും ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ
അടയാളവും കൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ അടയാളമാണ്, അനുഭവമാണ്. അതാണ് വിശുദ്ധ മാമോദീസ. വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, കർത്താവ് തമ്പുരാനുള്ള ബന്ധം; രണ്ട്, തന്നെ അയച്ചത് എന്തിനെന്നുള്ള പൂർണ്ണ ബോധ്യം. വിശുദ്ധ പൗലോസിനോട് ചേർന്ന് നമുക്ക് നമ്മെപ്പറ്റി ചിന്തിക്കാം. മൂന്ന്, നമ്മുടെ ശുശ്രൂഷയുടെ, അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്ന പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, അതിൻ്റെ ഫലമായി സഭ ഉണ്ടാകുന്നു, സഭ വർദ്ധിക്കുന്നു. നമ്മുടെ സാക്ഷ്യവും ശുശ്രൂഷയും കാരണം അനേകർ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതാണ് എക്ലീസിയോളജി. ആ സഭയിലൂടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. തിയോളജി ഓഫ് സാക്രമെൻറ്റ്, ബാപ്റ്റിസം ആൻഡ് യുക്കാരിസ്റ്റ്. ഇനി നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വരാം. വിശുദ്ധ കുർബാനയെപ്പറ്റി ഇത്ര വിശദമായി പഠിപ്പിച്ച് വേറെ ഏത് അപ്പോസ്തലനുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്നാനത്തെപ്പറ്റി, വിശുദ്ധ മാമോദിസായെപ്പറ്റി ഇത്രയും വ്യാഖ്യാനിച്ചു തന്ന ആരാണ്? സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ. അതാണ് വിശുദ്ധ വേദം. ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത അതാണ്. 4 സുവിശേഷങ്ങൾ. എന്നാൽ ഈ സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ സഭയ്ക്ക് വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നത് പണ്ഡിതനായ പൗലോസ് ദൈവശാസ്ത്രജ്ഞനാണ്. സുവിശേഷങ്ങളിലെ മർമ്മം സഭയ്ക്ക് കാലാകാലങ്ങളിൽ മനസ്സിലാകുന്ന രീതിയിൽ നിത്യമായി വ്യാഖ്യാനിച്ചു തന്നിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്നതിന് വിരുദ്ധമായി സ്വർഗ്ഗത്തിനൊരു ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാലും അവൻ ഈ സഭയിൽ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നു. A greatest, a learned scholar and teacher who taught us the doctrines of gospel. സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിലേക്ക് വ്യാഖ്യാനിച്ച് ജീവിതത്തിൽ മാതൃകയാക്കി നമുക്ക് തന്ന ദൈവത്തിൻ്റെ സഭയിലെ ശ്രേഷ്ഠനായ അപ്പോസ്തലന്മാർ ചെറിയവനെന്ന് സ്വയം വിളിച്ചുകൊണ്ട്, ഞാൻ അകാല പ്രജയെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷ, അതിൻ്റെ അടയാളമാണ് നിങ്ങൾ. എൻ്റെ അപ്പോസ്തോലികത്തിൻ്റെ മുദ്ര നിങ്ങളല്ലയോ? അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും ദിസ് മിനിസ്ട്രി ഓഫ് ദ വേർഡ് ആൻഡ് ദ മിനിസ്ട്രി ഓഫ് സാക്രമെൻറ്റ്സ്. അപ്പോൾ മാമോദീസയെ പറ്റി പറഞ്ഞിട്ട് ഞാൻ യുക്കറിസ്റ്റിനെ പറ്റി പറയാം, അത് വിശുദ്ധ കുർബാനയെ പറ്റി പറയാം. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെ ഒന്ന് വായിച്ച് സഹായിക്കാം. 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എല്ലാം വിശുദ്ധ കുർബാന, സഭാ വ്യത്യാസം എന്നെ എല്ലാ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും വിശുദ്ധ പൗലോസിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തിരുവചനം ചൊല്ലിയേ അത് ആ ശുശ്രൂഷ നടത്തുവാനായിട്ട് സാധിക്കും. പ്രൊണൗൺസ്മെൻറ്റ് ഓഫ് ദ വേർഡ്, ഇത് ദൈവത്തിൻ്റെ വചനം, ഇത് ചൊല്ലുകയാണ്. ഇത് ചൊല്ലുന്നത് ഈ വചനത്തിൽ നിന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞത് നമ്മൾ വീണ്ടും അത് ചൊല്ലുകയാണ്, സഭയോട് വീണ്ടും അതേപോലെ തന്നെ പറയുകയാണ്. പല ട്രാൻസ്ലേഷൻ, പല ഭാഷകൾ ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കേൾക്കാം. 1 കൊരിന്ത്യർ 11:23-25 വരെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ, ഒരു സെക്കൻഡ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, വ്യാഖ്യാനിച്ചു തരുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കാര്യം നിങ്ങളെ ഏൽപ്പിക്കേണ്ടതിലേക്ക് എനിക്ക് പറഞ്ഞു തന്ന കാര്യം, ആ സ്വർഗത്തിൻ്റെ വലിയ മർമ്മം, യേശു ക്രിസ്തുവിലൂടെയുള്ള ആ വലിയ മർമ്മം, സഭാമക്കളെ നിങ്ങൾ അപ്രകാരം ജീവിക്കേണ്ടതിലേക്ക് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരികയാണ്. അങ്ങനെ കർത്താവ് നിന്ന് പ്രാപിച്ച നിങ്ങളേക്ക് നൽകേണ്ടതിലേക്ക് എനിക്ക് തന്ന കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. എന്താണ്? കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ചെയ്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും
പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. വിശുദ്ധ പൗലോസ് നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ വ്യാഖ്യാനമാണിത്. ഇതിന് വീണ്ടും ഒരു വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം നിത്യേന നക്ഷത്ര ശുശ്രൂഷയിൽ ഈ തിരുവചനം കേട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. 1 കൊരിന്തി 10-17 വാക്യങ്ങൾ നമുക്ക് നോക്കാം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. Here we see personal and social character of this sacrament. നാം കുടിക്കുന്ന വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ? പലരായ നാം ഒരേ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. Here we see personal and social character of this sacrament. നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് ഒരേ അപ്പത്തിൻ്റെ അംശികളാകുവാൻ തക്കവണ്ണം ആ വലിയ തിരുമേശയിൽ സംബന്ധിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ തൻ്റെ ആത്മാവിനാൽ വിശുദ്ധ മൂറോനാൽ വേർതിരിച്ച് ഈ സഭയിൽ നിലനിർത്തിയിരിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്കായിട്ടാണ്. We should not minimize the cardinal emphasis upon the social dimension of this sacrament. ഒരേ മേശയുടെ അംശികളായി തീരുവാൻ, നമുക്കുള്ള അപ്പം മറ്റുള്ളവനുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കണം. അത് ദേവാലയത്തിൽ മാത്രമല്ല, ഒരപ്പത്തിൻ്റെ അംശികളാകും ദേവാലയത്തിൽ മാത്രം. ദേവാലയത്തിന് ശേഷമുള്ള ജീവിത സാഹചര്യങ്ങളിലും ഇല്ലാത്തവനുമായി അപ്പം പങ്കുവയ്ക്കുവാൻ ഉള്ളവൻ തയ്യാറായേ പറ്റൂ. അവൻ അങ്ങനെ തയ്യാറാകുന്നില്ല എങ്കിൽ വിശുദ്ധ പൗലോസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ക്രിസ്തീയ ശിക്ഷണത്തിനും ക്രിസ്തു വിശ്വാസത്തിലൂടെയുള്ള ദൈവശാസ്ത്ര ചിന്തയ്ക്കും യോജിച്ചതാകുകയില്ല. അതുകൊണ്ട് here we see ministry of the word, that is through the spirit, and here we see the ministry of sacraments. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ ശ്രമിച്ചത്: ministry of sacraments, baptism and eucharist. ഇനിയിപ്പോൾ അഞ്ചാമതായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ക്രിസ്തുശാസ്ത്രം. വൺ ഓഫ് ദി മോസ്റ്റ് എലിവേറ്റഡ് ടെക്സ്റ്റ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ദാസരൂപമെടുത്ത് വേഷമതിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളവും ക്രൂശിലെ മരണത്തോളവും തന്നെ. അപ്പോൾ ഈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് ആദ്യം ഇൻകാർണേഷനാണ്. അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. ഇൻകാർണേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പാഷൻ ആൻഡ് ക്രൂസിഫിക്ഷൻ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുക്രിസ്തു ആര് എന്ന് വിശുദ്ധ പൗലോസ് നമുക്ക് വീണ്ടും പറഞ്ഞു തരികയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻകാർണേഷൻ തിയോളജി, അത് കഴിഞ്ഞ് തിയോളജി ഓഫ് ദ ക്രോസ്. അങ്ങനെ ആ ക്രൂശുമരണത്തിലൂടെ
ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു. അവനെ എലറ്റിനേക്കാൾ ഉയർത്തി അവൻ്റെ നാമം സകലനാമത്തിനും മേലായ നാമമാക്കി മാറ്റി. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന് 9-ാം വാക്യം. അപ്പോൾ പൗലോസിൻ്റെ ക്രിസ്റ്റോളജി അതിൻ്റെ സത്ത മനസ്സിലാക്കേണ്ടതിലേക്ക് മലയാളത്തിൽ അതിപ്രസിദ്ധമായ ഒരു ഗീതമാണ് ശ്രീയേശു നാമം അതിശയനാമം എന്ന ഗീതം. നമുക്ക് ഒന്ന് പാടി നോക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 43-ാമത്തെ ഗീതമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴേനിക്കിംബനാം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്മേൽ കാനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശു നാമം അതിശയനാമം, ഏഴേനിക്കിംബനാമം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാ മുഴങ്കാലും മടങ്ങും. അപ്പോൾ ആദ്യം പറഞ്ഞ തിയോളജി ഓഫ് ക്രോസ്, 2 തിയോളജി ഓഫ് സാൽവേഷൻ. അതായത് ഈ കുരിശിലൂടെയാണ് രക്ഷ. രക്ഷ എന്ന് പറയുന്നത് കൃപയാകുന്നു. ത്രൂ ക്രോസ് വി റിസീവ് സാൽവേഷൻ ആസ് ഗ്രേസ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അതിൽ നമുക്ക് പവർ ഓഫ് ഗാഡ് എന്നത് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ ശക്തി. ഇപ്പം തിയോളജി ഓഫ് ക്രോസ്, കുരിശിൻ്റെ ദൈവശാസ്ത്രം, ആ കുരിശിലൂടെ നമുക്ക് രക്ഷ കൃപയായി നൽകിയിരിക്കുന്നു. ആ കുരിശ് നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു. 1 കൊരിന്ത്യർ 1:18 വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:23 നാം വായിക്കുന്നു, ഞങ്ങളോ ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് വിശുദ്ധ പൗലോസിന്റെ പ്രത്യേകമായ ഒരു ദൗത്യമാണ്. ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുക. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യർ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചു കിട്ടിയിരിക്കെ ഈ വിശ്വാസം നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നത് ആര്, നിങ്ങളെ ശുദ്ധം ചെയ്ത് മായ്ക്കുന്നത് ആര് എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രക്ഷ എന്നാണ്, ക്രൂശിലൂടെയുള്ള രക്ഷ എന്നാണ്. ആ രക്ഷ കൃപയായി നമുക്ക് തന്നിരിക്കുന്നു. ആ കൃപ ദൈവത്തിന്റെ ശക്തിയാകുന്നു. പാപത്തിൽ നമ്മെ വിടുവിച്ച് ക്രൂശിക്കപ്പെട്ടവനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രൂശിക്കപ്പെട്ടവൻ എന്ന വാക്കാണ് സ്ലീബ എന്ന വാക്കിന്റെ, നമ്മൾ പറയത്തില്ലേ സ്ലീബ, അത് നമ്മളുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ക്രൂശിക്കപ്പെട്ട യേശു, ആ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആ രക്ഷ ദൈവത്തിന്റെ ശക്തിയായി നമ്മിൽ പരിലസിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രിസ്റ്റോളജി ആൻഡ് സോറ്റീരിയോളജി, യേശു ക്രിസ്തു ആരാണ്, ദ ഫങ്ഷൻ ആൻഡ് പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്, അതെന്താണ്, അത് നമ്മെ രക്ഷാസിദ്ധാന്തത്തിലേക്ക് നയിക്കുകയാണ്. സോറ്റീരിയോളജിക്കലി സ്പീക്കിംഗ്, ത്രൂ ക്രോസ്, ത്രൂ ഗ്രേസ്, God has saved us. ആറാമതായി അവസാനമായി ദ എക്സ്പെക്ടേഷൻ ഓഫ് പറൂസിയ, അതായത് എസ്കറ്റോളജി എന്ന് പറയും. കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വിശുദ്ധ പൗലോസിന്റെ ജീവിതം, കർത്താവിന്റെ
ഈ കർത്താവിനെ സ്വീകരിപ്പാനായി സഭയെ ഒരുക്കുന്ന ഒരു ശൈലിയിലായിരുന്നു. ആ ക്രിസ്റ്റോളജിയുടെ ഒരു കൾമിനേഷനാണ്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഓർഡർ വീണ്ടും പറയട്ടെ. എന്തിനാണ് പറയുന്നത്? നമ്മളുടെ ആ പഠനത്തിൻ്റെ ആ ഒഴുക്ക് അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ വീണ്ടും ഓർക്കേണ്ടതിലേക്കാണ്. കർത്താവ് തമ്പുരാനുമായുള്ള ബന്ധം, ഹിസ് പേഴ്സണൽ റിലേഷൻ വിത്ത് ദി ലോർഡ്. 2, അപ്പോസ്റ്റലേറ്റ്, തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. 3, എക്ലീസിയ, ആ ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് സഭ. 4, സഭയിലെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ആൻഡ് സാക്രമെന്റ്സ്. 5, അതെങ്ങനെയാണ്? അത് യേശുക്രിസ്തുവിലൂടെയാണ്, അത് ആത്മാവിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ഇൻകാർണേഷൻ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അതിലൂടെയുള്ള രക്ഷ. 6, അവസാനമായി യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, എസ്കറ്റോളജി, ഈ ലോകത്തിൻ്റെ പൂർണ്ണ പരിവർത്തനം. Where is he right now? He is with the Father. He is there for us, with us. Christ is with me. അവൻ കാട്ടിയ വഴിയിൽ ആകയാൽ വചനപ്രകാരം ഞാനും നിങ്ങളും ജീവിക്കണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി. അവൻ ഇന്നും എന്നോടുകൂടെ ജീവിക്കുന്നു. അവൻ എന്നോടുകൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ തന്ന വചനത്തിൻ പ്രകാരം, അവൻ കാട്ടിയ വഴിയിൽ ഞാനും നിങ്ങളും ജീവിക്കുവാനായി വേർതിരിക്കപ്പെട്ടവരാണ്. ആയതിലേക്ക് ദൈവീയമായ സ്വർഗീയ കൂദാശകളുടെ വാഴും വചനത്തിന്റെ നീതീകരണം നമുക്ക് തന്നിരിക്കുന്നു. ആകയാൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്, വിശുദ്ധ പൗലോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത് മാറാനാഥാ എന്നാണ്. അവസാനിപ്പിക്കട്ടെ. ഇതുവരെ കേട്ട കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ഓർത്തില്ലെങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. അവസാനത്തെ കാര്യമെങ്കിലും ഓർക്കണം. അത് ഒറ്റ വാക്കാണ്, മാറാനാഥാ. ബെനഡിക്ട് പാപ്പ തിരുമേനി സെയിന്റ് പോളിനെ പറ്റിയുള്ള തന്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് മാറാനാഥാ? ഓ ലോർഡ് കം. ആമേൻ യേശുവേ, വേഗം വരണമേ. വിശുദ്ധ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. Let us pray with Saint Paul. Let us pray with Paul. It must be the prayer of all of us. ഒന്ന് നോക്കാം. 1 കൊരിന്ത്യർ 16:22 ഒരു കൊച്ചു വാക്യമാണ്. അത്രയും ഭാഗമെങ്കിലും അടിയിൽ വരച്ചുകൊള്ളുക. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന് 22-ാം വാക്യം. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥാ. ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങൾ പലർക്കും പരിചയം കാണും. See your people, Lord, Kumbaya. Hear our prayer, O Lord, Kumbaya. We pray for salvation, Kumbaya. Oh Lord, let us free. Kumbaya. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അവരുടെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ പാടിയ പാട്ട് ലോകം മുഴുവൻ പാടുന്നു. കുംബായ എന്ന് പറഞ്ഞാൽ കംബാ ഹിയർ എന്നാണ് അർത്ഥം. കം ഹിയർ ഓ ലോർഡ്, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മാറാനാഥ, മാറാനാഥ എന്ന് മലയാളത്തിൽ വളരെ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. അതും ശരി തന്നെ. എന്താണ് മാറാനാഥ എന്ന് പറഞ്ഞാൽ? കർത്താവേ വരണമേ. സാധു എങ്ങനെയാ പാടി? സാധു കൊച്ചുദേശിയുടെ കീർത്തനങ്ങൾ, തൊമ്മിയാശാന് അല്ലെങ്കിൽ മോശവത്സലം ശാസ്ത്രികൾ, ഇങ്ങനെയുള്ള പ്രസിദ്ധ കെ.വി. സൈമൺ മഹാകവി, ഇങ്ങനെയുള്ള സുവിശേഷകരെല്ലാം തന്നെ അവരുടെ പാട്ടുകളുടെ അവസാനത്തെ സ്റ്റാൻസ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പ്രാർത്ഥനകളാണ്. വിശുദ്ധ പൗലോസിനോട് നമുക്ക് വീണ്ടും പാടാം. കർത്താവേ വരണമേ, എന്നെയും കൈക്കൊള്ളണമേ. See your Lord, see your people, Lord, Kumbaya. Hear our prayer, O Lord, Kumbaya. We pray for salvation, Kumbaya. O Lord, set us free. പ്രിയമുള്ളവരെ, 4-ാം മിഷണറി യാത്രയിൽ AD 67
നീറോ ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനത്തിനിരയായി വിശുദ്ധ പൗലോസ്ലീഹ കൊല ചെയ്യപ്പെട്ടു. ശരീരം വെട്ടി നുറുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ അടക്കി. വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിശുദ്ധ പൗലോസിനെ കബറടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ തുണ്ടുതുണ്ടായ ശരീരം അടക്കം ചെയ്ത സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുകയും വലിയ ഒരു കൽപ്പട്ടി ഉണ്ടാക്കി വീണ്ടും അടക്കം ചെയ്ത് ഒരു ദേവാലയം പണിതു. ആ ദേവാലയത്തിന്റെ പ്രത്യേകത റോമ പട്ടണത്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ആ ദേവാലയത്തിന് ഭിത്തിയില്ല, തുറന്ന ദേവാലയം. അതായത് ചർച്ച് ആൻഡ് ഹിസ് ബോഡി, സഭയും അല്ലെങ്കിൽ വിശുദ്ധ പൗലോസും, they are outside the city, outside the wall. അവർ ഈ ലോകത്തിന് വേണ്ടിയുള്ളതാണ്. ഭിത്തികളില്ലാത്ത ഒരാലയം. വർഷങ്ങൾക്ക് ശേഷം ജൂൺ 29 വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളായി സഭ ആഘോഷിക്കുന്നു, നമ്മുടെ സഭ ഉൾപ്പെടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന് വേണ്ടി സധൈര്യം പോരാടിയ ഈ ശ്രേഷ്ഠ കർത്തൃദാസൻ തന്റെ 4ാം മിഷണറി യാത്രയിൽ റോമായിൽ വെച്ച് നീറോ ചക്രവർത്തിയാൽ പിടിക്കപ്പെടുകയും അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഞാൻ ആരെ നമ്പുന്നു എന്ന് ഞാൻ അറിയുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞു, I cling to thee. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്ക് ചേർന്ന് പാടാം. See your people, O Lord, Kumbaya. Hear our prayer, O Lord, Kumbaya. We pray for salvation, Kumbaya. O Lord, set us free. Maranatha. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾ ദൈവമേ, വിശുദ്ധ പൗലോസിനോട് ചേർന്ന് നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ, ഈ ലോകത്തിൻ്റെ പൂർണ്ണ പരിവർത്തനത്തിനായി സകല വിശുദ്ധന്മാരുമായി ചേർന്ന് ആ വലിയ അനുഭവത്തിൽ പുത്രൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരുസഭയുടെ പൂർണ്ണതയിലായിരിക്കാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഉദാത്തമായ മാതൃക കാട്ടിത്തന്ന, സ്വർഗത്തിൻ്റെ വചനങ്ങളുടെ മർമ്മം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്ന നിന്റെ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസിനെ ഓർത്ത് വീണ്ടും ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്കായി, സ്ഥിരതയ്ക്കായി, സാക്ഷ്യത്തിനായി, പ്രബോധനങ്ങൾക്കായി, വചനത്തിനായി, വ്യാഖ്യാനങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ആയതിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മെശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ പ്രിയമക്കളെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വിശ്വാസത്തോട് ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ തൻ്റെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി.